ലേക്കിലേക്കാണ് പോകുന്നത്. ഇനി കുറച്ചേരം കൂടെ ടാർമാക്കുള്ളൂ, അതായത് ടാർ റോഡുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഗ്രാവല്, പിന്നെ പക്ക ഓഫ് റോഡാണ്. അപ്പം ഇത് കുറേ കാലങ്ങളായിട്ട് എൻ്റെ ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പം ഞാനിങ്ങനെ ലാസ്റ്റ് മന്ത് പ്ലാൻ ചെയ്ത് വച്ചായിരുന്നു ഇവിടെ ഇങ്ങനെ വരണം അങ്ങനെയുള്ള രീതിയിൽ. കാരണം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പോസ്റ്റ്പോൺ ചെയ്ത് പിന്നെ അതിനായിട്ട് നമ്പറൊക്കെ വെച്ച് പിന്നെ ഇങ്ങനെ ട്രാവലൊന്നും അധികം നടക്കാറില്ല. അപ്പം ഈ പശുക്കൾ ഇരിക്കണുണ്ടോ? ഇതിൻ്റെ ഇടയ്ക്കേക്കടെ പശുക്കളുണ്ട് കേട്ടോ. ശരിയാ, ഇപ്പം ശരിക്കും മുന്തിരിയൊന്നും ഇല്ലല്ലോ. അപ്പം അത് കാരണം അതിൻ്റെ ഇടയ്ക്കേക്കടെ ഇതുങ്ങളിങ്ങനെ മേഞ്ഞ് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നണേ ഇതിൻ്റെ കാട്ടല്ല ചാണാനൊക്കെ ചാടി നല്ല ഇതാവായിരിക്കും. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എൻ്റെ പൊന്നൂ, അങ്ങോട്ട് നോക്കിയ മല, ആ മലയുടെ അവിടെ കണ്ട ഒരു വ്യൂ, ആ വീട്ടിലേക്കുള്ളൊരു വഴിയാട്ടത്. വളഞ്ഞുള്ള വഴികളാട്ടോ മൊത്തം. നമുക്ക് നമ്മളങ്ങ് തോട്ടങ്ങാണ് മലകയറ്റം. പൊന്നോ, എന്താ ഭംഗിയാ നോക്കി. ഈ ഗ്ലാസ് ഇച്ചിരി കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു. നമ്മളിത് ഇങ്ങനെ താഴേട്ടാണ് പോകുന്നത്.
നല്ലൊരു കിലോമീറ്റർ പോകാണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ സ്പോട്ടിലേക്ക് എത്തണമെങ്കിൽ, ലുക്കൗട്ടിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതുവരെ ഇതുപോലത്തെയുള്ള വഴിയാണ്. എന്താ നമ്മളിത് ആ വഴിക്കൂടിയാണ് ഇങ്ങ് കയറി വന്നേ. അപ്പോൾ ഇത് വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ നിന്നിങ്ങനെ പൈൻമരം പോലെ എന്തോ മരം ഇങ്ങനെയൊക്കെ നിന്നത് ഇങ്ങനെ എന്താ അതിങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കയറി പോകണം. പിന്നെ ഇങ്ങനെ മൊത്തം ഇങ്ങനത്തെ വഴിയാണ് ഒരു 3-4 കിലോമീറ്റർ. പിന്നെ അതിന് ചെന്നതിന് ശേഷമാണ് പക്ക ഓഫ് റോഡ് പിന്നെ തുടങ്ങുന്നത്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പുക്കോൾബീൻ ലുക്കൗട്ട് കേട്ടോ, അങ്ങനെ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ നല്ല അഡ്വഞ്ചറസ് ആയിരിക്കും, നല്ല രസമായിരിക്കും. അങ്ങനെ വരിക, എൻജോയ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോ. മോർ വീഡിയോസ് ഇങ്ങനത്തെ വരുന്നതായിരിക്കും കേട്ടോ. കാടിൻ്റെ നടുക്ക് ഇവിടെ എന്നാണ്ടൊക്കെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇതൊരു കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരു വണ്ടി കണ്ടോ, കത്തിക്കരിഞ്ഞ് കിടക്കുന്നതാണ്, പെരുമ്പിടിച്ചെടുക്കുന്നതാണ്. താഴത്തെ ഒഴിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ക്യാമ്പിങ്ങിനും പാർക്കിങ്ങിനൊക്കെ ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും, അറിയില്ല. നമുക്ക് താഴത്ത് പോകാം. ഇതിങ്ങനെ ഇറങ്ങി നമുക്ക് വന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ മുകളിലായിട്ടല്ല, വന്ന വഴി തന്നെ ഫോളോ ചെയ്താൽ മതി. ചെറിയ ഓഫ് റോഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണവർക്ക് ഇവിടെ ചെയ്യാൻ അടിപൊളിയാണ്. നമുക്ക് പോകേണ്ടത് ഇത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് കാണിച്ചാണ് ശരിക്കും ഒരു 4 minutes ആണ് കാണിച്ചാണ്. 4 minutes എന്ന് പറയുമ്പോൾ ഇനി എനിക്ക് തോന്നണ ഈ റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ട് നമ്മൾ ഈ കയറി പോകണം.
ഓഫ് റോഡിൻ്റെ ഒരു അത് ശരിക്കും നല്ല സ്കിൽഡ് ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു കുഞ്ഞ് കാർ പാർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടിട്ട് നോർമൽ വണ്ടികൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടിട്ട് പയ്യെ ഇവിടെ നിന്ന് പോവാം, അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഓഫ് റോഡ് അടിച്ച് ഇതൊരു ഈസി ട്രാക്ക് ആട്ടോ ഇത്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഭയങ്കര ടഫ്. പിന്നെ ലോ ഗിയറിലൊന്നും ഇട്ടിട്ടില്ല, നോർമൽ ഇതിൽ ഇങ്ങനെ ഇട്ട് പയ്യെ ഇങ്ങനെ ഒന്ന് കയറി നോക്കണേ. അതെ, നമ്മൾ കയറി വന്ന ഇത് കണ്ട ഇതാണിത്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്ര വലിയ അഡ്വഞ്ചറൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഓഫ് റോഡ് ഇതുണ്ട്. പിന്നെ ചുറ്റും കണ്ട ഇങ്ങനെ കൂറ്റ് കാടാം ഉണ്ടാവും ഇങ്ങനെ. ചെളിയുള്ളപ്പം മഴയുള്ളപ്പോൾ ഒന്നുണ്ടെങ്കിൽ ഇവിടെ ഇച്ചിരി റിസ്ക്കാണ്. ഇനി നമ്മൾ ആ ചെല്ലുന്ന ഒരു ട്രാക്ക്, കാരണം ഞാൻ അവിടെ ചെളി ആയിക്കഴിഞ്ഞാൽ ആ ഒരു ചാലിക്കട തന്നെ നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെളിയിൽ പൂണ്ടുപോകും. കാരണം ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പൊടിമണ്ണും എല്ലാം കൂടെ കയറി മിക്സ് ചെയ്ത് ഭയങ്കര ഇതായി പോകും. അപ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. ഇത് കണ്ട ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം. കണ്ട ഇത് ഇത് കടന്ന് പോവാന്ന് പറഞ്ഞാൽ ഇതൊരു ടാസ്ക്കാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ട്രാക്കുകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മളല്ലാതെ ചുമ്മാ നമ്മൾ സ്റ്റൈൽ കാണിച്ചിട്ട് നേരെ ഒന്ന് കയറരുത്. നമ്മൾ ഇറങ്ങി എപ്പോഴും ട്രാക്ക് അനലൈസ് ചെയ്യണം. ട്രാക്ക് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ല് തന്നെയാണ്. നമ്മൾ നോക്കി എന്താ ഇത് ട്രാക്ക് നമ്മളിത് അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് ഇത്, ഓക്കെ ആണോ, നമ്മുടെ വണ്ടി ഇറങ്ങി പോവോ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വണ്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്കൊക്കെ നമ്മൾക്ക് എന്താ പറയുക, കുറച്ച് വണ്ടികളോടെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക ഹെൽപ്പിനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇതുണ്ട്. പ്രത്യേകിച്ച് എന്നെപ്പോലെ സോളോ ഒക്കെ ഉള്ളവർ ഇങ്ങനത്തെ ട്രാക്കെല്ലാം തന്നെ ഇറങ്ങി നോക്കി നന്നായിട്ട് അനലൈസ് ചെയ്ത് അതിനുശേഷം അത് ഏത് ആംഗിളിൽ ഏത് സൈഡിൽ കൂടെ നമുക്ക് സേഫായിട്ട് വണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഓഫ് റോഡിൽ ഒരു ട്രാക്ക് കണ്ട് അത് കുത്തി കയറി അതിൻ്റെ മുകളിലായിട്ട് കുത്തി കയറ്റി മറിച്ച് പറഞ്ഞാലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സേഫായിട്ട് നമ്മളെങ്ങനെ അതിനെ തരണം ചെയ്യാമെന്നുള്ളതാണ് മെയിനായിട്ട്. ഇവിടെ ഇനി നമ്മളിങ്ങനെ എത്തി. ഇനി
സംഭവം എവിടെയാണ് കണ്ടുപിടിക്കുന്നത്. ഏറെ കണ്ടു സംഭവം മരത്തിലേക്കാണ് ചെല്ലുന്നത്. ഇതൊക്കെയാണൊരു ടാസ്ക്. എനിക്ക് തോന്നുന്നത് നമ്മൾ മുൻപേ ഒരു വണ്ടി വാങ്ങുമായിരുന്നു, അവനെ കാണുന്നില്ല. അവനിവിടെ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും. അവിടെ കണ്ട ടയറിൻ്റെ പാട് കിടക്കുന്നുണ്ട് ഇവിടെ പോയേക്കുന്നത്. ഇത് താഴെ കിടക്കുന്നുണ്ടോ വണ്ടി? അതാണ് ഓഫ് റോഡിൻ്റെ സ്പേസ് കേട്ടോ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് എടുത്തിട്ട് ഇവിടെ നിന്ന് മുതൽ ഇവിടെയൊക്കെ നല്ല റിസ്ക്കാണ്. പയ്യെ നോക്കി എടുക്കണം, കാരണം മരം നിൽക്കുന്ന കാരണം പയ്യെ വണ്ടി സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തേലിടിക്കും. ഇവിടെ പിന്നെ അടുത്ത ടാസ്ക്, ഒരു സൈഡ് മരവും ഒരു സൈഡ് പാറയാണ് കേട്ടോ. നോക്കിക്കണ്ട കറക്റ്റ് ഇതിലെടുക്കണം. തിരിച്ച് കയറുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടെ റിസ്ക് ഉണ്ടാവും. എൻ്റെ മോനെ ഇതൊരു ഒന്നൊന്നര സംഭവം കേട്ടോ. ആ സ്പോട്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഈസി. ഒരു കല്ല് കിട്ടുന്നുണ്ടാണ്, നമ്മൾ ചെയ്യണം. ഇവിടെ ക്യാമ്പിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ക്യാമ്പിംഗ് ആണ്. അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാം, അടിപൊളിയായിട്ട് ഇത് ചെയ്യാം. ലുക്കൗട്ട് ഓൾറെഡി 2 വണ്ടിയുണ്ട്. BYD വരെ എത്തി കിട്ടാം. ഇത് അത്ര വലിയ തെരയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് തന്നെ സംഭവമാണ്. നമുക്കിതിൻ്റെ ടോപ്പിൽ വരെ ഒന്ന് പോയി നോക്കാം എന്താണെന്ന്. ഇല്ല, അങ്ങനെ ടോപ്പിൽ ഒരു വണ്ടിയുണ്ട്. ഹായ്, ഈ ലുക്കൗട്ടിൽ നിന്നാണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മരങ്ങളൊന്നും എന്താ വൈബ്, എന്താ പോന്നു. ഇവിടെ ക്യാമ്പിങ്ങിന് വല്ല മോനെ, ക്യാമ്പിങ്ങിനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് നോക്കിട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് പുക്കോൾബിൻ ലുക്കൗട്ടിലാട്ടോ. പുക്കോൾബിൻ ലുക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണ്ടർ വാലി റീജിയനിലുള്ള, അതായത് സെസ്നോക്കിൻ്റെയും ന്യൂകാസലിൻ്റെയൊക്കെ അടുത്ത് ഉള്ളൊരു അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, കുറച്ചെല്ലാം അത്യാവശ്യം ഒരു മീഡിയം ഓഫ് റോഡ് ഉണ്ട്. പിന്നെ മഴയത്തെ വരണമെങ്കിൽ നല്ല ഹെവി ആയിരിക്കും, കാരണം പല ട്രാക്കുകളും ഇങ്ങനെ കുറച്ചുകൂടെയും റിസ്ക്കി ആയിരിക്കും ഡ്രൈവ് ചെയ്യാനായിട്ട്. അല്ലാത്ത രീതിയിൽ വലിയ കുഴപ്പമില്ല. ഇന്നിപ്പോൾ നല്ല വെയിലായിരുന്നു, പിന്നെ ലാസ്റ്റ് വീക്കൊന്നും മഴയൊന്നും പെയ്യാത്ത കാരണം കുറച്ച് ഈസി ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെത്തി. അപ്പോൾ അത് വണ്ടിയുടെ പാർക്ക് ചെയ്തത് എൻ്റെ ഒപ്പം തന്നെ വേറെ 2-3 വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ തന്നെ പോരുക. അപ്പോൾ ഞാനധികം സോളോ ആണ് ഇപ്പോൾ ക്യാമ്പ് ചെയ്യണത്.
അപ്പം അങ്ങനെ വന്ന് കണ്ടൊരു കാഴ്ചയാണ്. ഇനി അടിപൊളി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ടെൻ്റെല്ലാം റെഡിയാക്കി. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങി വൈകുന്നേരമായിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്നിട്ടൊരു വേറൊരു ദിവസം വരുന്ന നൈറ്റ് ക്യാമ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് ടെൻറ്റിൻ്റെ അകത്തു നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ, ആ സൈഡിൽ നിന്നാണ് നമ്മൾ കയറി വന്ന സംഭവങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ വരുന്നത്. കണ്ടാ എന്താ ഭംഗി. ഇങ്ങനെ ഇരിക്കുക ടെൻറ്റിൻ്റെ അകത്ത്. എന്താ അടിപൊളി. ചെറിയൊരു ബ്രീസുള്ള നല്ല സുഖം. നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാം. അപ്പോൾ ഗൈസ്, ഇതാണ് പുക്കോൾബിൻ ലുക്കൗട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ അന്നൊരു ഡേ ക്യാമ്പിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നൈറ്റ് ക്യാമ്പിംഗ് അല്ല, നൈറ്റ് ഇനിയിപ്പോൾ അടുത്ത ദിവസം എപ്പോഴെങ്കിലും ഒന്ന് വന്ന് നോക്കണം. ഇതിപ്പോൾ ഈ പകൽ നല്ല വ്യൂ ആട്ടോ. ഇന്ന് നല്ല ക്ലിയർ സ്കൈ, അത് കാരണം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുക്കോൾബിൻ ലുക്കൗട്ടിലെ വിശേഷങ്ങൾ. ഇനി നമ്മളൊന്ന് കിടന്നുറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് അതിന് ശേഷം ഈവനിങ് ആകുമ്പോൾ പയ്യെ നമുക്ക് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു 3 വണ്ടികളുണ്ട്. അവരിങ്ങനെ ക്യാമ്പിങ്ങിനും ഇങ്ങനെ റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെ എല്ലാവരും തന്നെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലമായിട്ട്. ഇങ്ങനെ ഈ വലിയ തിരക്കുകളൊന്നുമില്ല. അങ്ങനെയുള്ള ഇതൊക്കെ നോക്കി സമാധാനപരമായിട്ട് കുറച്ച് പേര് ഇരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ലുക്കൗട്ടുകളിലൊക്കെ വരിക, എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, തിരിച്ചു പോകാം.